ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെറൈറ്റി വേൾഡ് ഡിസൈൻസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സാധാ നോർമൽ ആയിട്ടുള്ള ഒരു ടോപ്പ് കട്ട് ചെയ്യുന്ന വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഒരു യോക്കിൽ ചെറിയ ചെറിയ പ്ലേറ്റ്സ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു സാധാരണ ഒരു ഗൗൺ എന്ന് പറയാം, ടോപ്പ് എന്ന് പറയാം. അങ്ങനെ ഒരു ടോപ്പാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കട്ടിങ്ങിലേക്ക് പോയാലോ. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 3 മീറ്റർ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. ലൈനിങ് ക്ലോത്ത് ക്രേപ്പ് ലൈനിങ് 2 മീറ്ററുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മെയിൻ ക്ലോത്ത് വിഡ്ത്ത് 60 വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ കട്ട് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമ്മൾ സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യാം. അപ്പോൾ സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യാൻ നമ്മുടെ ക്ലോത്തിൻ്റെ വീതി നടുവേ മടക്കിയിട്ട് അതിൻ്റെ ഒരു തലക്കിൽ നിന്നും നമ്മുടെ മെഷർമെൻറ്റ് അടയാളപ്പെടുത്താം. അപ്പോൾ നമുക്ക് മൊത്തത്തിലുള്ള ഫ്രോക്കിൻ്റെ ഇറക്കം 41. അതിൽ നിന്നും 13 മൈനസ് ചെയ്ത് അതിൻ്റെ ബാക്കി വരുന്നതാണ് നമ്മുടെ സ്കേർട്ടിനുള്ള ലെങ്ത്ത്. അപ്പോൾ 27.5 കിട്ടുക. അപ്പോൾ അതിലേക്ക് 1 ഇഞ്ച് ആഡ് ചെയ്ത് 28 അടയാളപ്പെടുത്തുക. അപ്പോൾ ഇങ്ങനെ വീതിയിൽ വരുന്ന ക്ലോത്തൊക്കെ മടക്കി വെക്കാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് കണ്ടല്ലോ ഇതുപോലെ തെന്നി പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലോത്തിൻ്റെ മുകളിൽ എന്തെങ്കിലും കനം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു അളവ് എങ്ങനെയാണെന്ന് അളവെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മൊത്തത്തിലുള്ള അളവ് 41, യോക്ക് 13. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൽ വളരെ ഈസി ആയിട്ട് അളവെടുക്കുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് 13 ഇഞ്ച് ഈ ഒരു ക്ലോത്തിൻ്റെ പുറത്തേക്ക് തള്ളി വെച്ചതിന് ശേഷം ഇതുപോലെ ടേപ്പ് പിടിക്കുക. അപ്പോൾ 41 എവിടെയാണ് വരുന്നത് അവിടെ അടയാളപ്പെടുത്തി അതിലേക്ക് 1 ഇഞ്ച് ആഡ് ചെയ്ത് അവിടെ അടയാളപ്പെടുത്തുക. അപ്പോൾ ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്താണ് വന്നിരിക്കുന്നത്. കണ്ടല്ലോ നമ്മുടെ യോക്കിനുള്ള 13 ഇറക്കി വെച്ചതിന് ശേഷമാണ് ക്ലോത്തിൽ നമ്മൾ ഇതുപോലെ 42 അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ഈ 42 അടയാളപ്പെടുത്തിയത് ഇനി ടേപ്പ് തലക്കിൽ നിന്നും ഇതുപോലെ ക്ലോത്തിൽ വെച്ച് അളവ് നോക്കുക. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത്? 28.5 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് അളവ് നമുക്കിവിടെ കിട്ടി. സീം അലവൻസ് ചേർത്തിട്ടാണ് 28.5 കിട്ടിയിട്ടുള്ളത്. ഇനി ഇതുപോലെ 28 എല്ലാ ഭാഗത്തും അടയാളപ്പെടുത്തി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി ഒരു പീസും കൂടെ ഇതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. കണല്ലോ സ്കേർട്ടിനുള്ള മെയിൻ ക്ലോത്ത് 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. 28.5 കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിതൊക്കെ അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ പേച്ചിട്ട് കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ലൈനിങ് കട്ട് ചെയ്യാം. ലൈനിങ് നമ്മൾ മെയിൻ ക്ലോത്ത് ലെങ്ത്ത് 28 അടയാളപ്പെടുത്തിയതിൽ നിന്നും 2 ഇഞ്ച് കുറച്ചിട്ട് 26 അടയാളപ്പെടുത്തുക. കാരണം ഇതുപോലെ 26 അടയാളപ്പെടുത്തി എല്ലാ ഭാഗത്തും അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ലൈനിങ് നമ്മൾ 4 ഫോൾഡറായിട്ടാണ് മടക്കി വെച്ചിരിക്കുന്നത്. കണ്ടല്ലോ സ്കേർട്ട് പാർട്ടിന് വേണ്ടി ലൈനിങ്ങും അതുപോലെ മെയിൻ ക്ലോത്ത് നമ്മൾ 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി അടുത്തതായിട്ട് യോക്ക് കട്ട് ചെയ്യാം. അതിനുവേണ്ടി ലൈനിങ്ങിൽ നമ്മൾ ഫുൾ അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് മെയിൻ ക്ലോത്തിൽ വെച്ച് അത് കട്ട് ചെയ്യുക. കണ്ടല്ലോ യോക്ക് പാർട്ടിനും സ്ലീവിനുമുള്ള ലൈനിങ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ലെങ്ത്ത് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ യോക്ക് ലെങ്ത്ത് 13. അതിലേക്ക് 1 ഇഞ്ച് ആഡ് ചെയ്ത് 14 അടയാളപ്പെടുത്തുക. ഇനി അടുത്തതായി ഷോൾഡർ അടയാളപ്പെടുത്താം. ഷോൾഡർ 13, അതിൻ്റെ പകുതി 6.5 അടയാളപ്പെടുത്തുക. അതുപോലെ ആം ഹോൾ 6.5 അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇതുപോലെ വെച്ച് കർവ് വരയ്ക്കുക. അടുത്തതായിട്ട് ചെസ്റ്റ് അടയാളപ്പെടുത്തുക. ചെസ്റ്റ് നമുക്ക് വേണ്ടത് 18, അതിൻ്റെ പകുതി 9 അടയാളപ്പെടുത്തി താഴെ വേസ്റ്റ് വിഡ്ത്ത് 16 വേണ്ടത്, അതിൻ്റെ പകുതി 8 അടയാളപ്പെടുത്തുക. ഇതിലേക്കൊക്കെ ഓരോ ഇഞ്ച് സീം അലവൻസ് ചേർത്ത് വരച്ചെടുത്ത് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ എത്ര തവണ വിട്ടത് കൊണ്ടാണ്
ഇങ്ങനെ പറയുന്നത്. അപ്പം വീഡിയോ എല്ലാവരും മറ്റുള്ള വീഡിയോ ഒക്കെ ഒന്ന് പോയി കാണുക, എന്നിട്ട് ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്തെടുത്തത്. ഇനി ഈ അളവിൽ തന്നെ ബാക്ക് പാർട്ടും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ക്ലോത്ത് കുറവായത് കൊണ്ടാണ് ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് വീതി കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്ത സൈഡ് എവിടെയാണ് നമുക്ക് വീതി കിട്ടുന്നത് അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. കണ്ടല്ലോ, ഇതുപോലെ ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഈ ഒരു വീതി കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ അടുത്ത യോക്ക് പാർട്ടും കൂടി കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ബാക്കിൽ സിബൊന്നും വെക്കാത്തത് കൊണ്ടാണ് ഒരേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുന്നത്. ബാക്കിൽ സിബ് വെക്കുകയാണെങ്കിൽ 1 ഇഞ്ച് തള്ളി വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. സിബ് വെക്കാനുള്ള പോർഷൻ കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ വീഡിയോ എത്ര തവണ വിട്ടതാണ്, അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് പോയി കാണുക. കണ്ടല്ലോ, ഇനി ഈ ഒരു പോർഷനാണ് സ്ലീവിന് വേണ്ടിയുള്ളത്. അപ്പോൾ ആദ്യം ഒരു സ്ലീവ് കട്ട് ചെയ്യാം. അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് നമുക്ക് 15 വേണ്ടത്. അപ്പം മെയിൻ ക്ലോത്തിൽ നമുക്ക് 15 വെട്ടാം. ലൈനിങ്ങിൽ നമുക്ക് ഈ ഒരു ലെങ്ത്ത് എത്രയാണോ 13 കിട്ടിയിട്ടുള്ളത്. 12, 13 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലെങ്ത്തിൽ നമുക്ക് സ്ലീവിൻ്റെ ലൈനിങ് കട്ട് ചെയ്യാം. അപ്പോൾ സ്ലീവിൻ്റെ എല്ലാ അളവുകളും കറക്റ്റാക്കി വെച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഒരു സ്ലീവ് കട്ട് ചെയ്തെടുത്തു. ഇനി അടുത്തതും ഇതേ അളവ് തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ക്ലോത്ത് ഇല്ലാത്തത് കൊണ്ടാണ് 4 ഫോൾഡറാക്കി വെക്കാത്തത് കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യാം. അപ്പം ക്ലോത്ത് കുറച്ചാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇതുപോലെയൊക്കെ കട്ട് ചെയ്യാം. അതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. കണ്ടല്ലോ, നമ്മുടെ സ്ലീവിൻ്റെ ലൈനിങ് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ലൈനിങ് ഇറക്കം കുറച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ മെയിൻ ക്ലോത്തിൽ നമുക്ക് കറക്റ്റ് അളവ് അടയാളപ്പെടുത്തി കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ യോക്ക് പാർട്ടും സ്ലീവും ലൈനിങ്ങും നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി യോക്ക് പാർട്ട് ഇതുപോലെ 4 ഫോൾഡറാക്കി വെച്ചതിന് ശേഷം നമ്മുടെ ലൈനിങ് കട്ട് ചെയ്തത് വെച്ച് അതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ സ്ലീവും നമ്മൾ കട്ട് ചെയ്ത് അതേ അളവിൽ തന്നെ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുക. ഇനി സ്ലീവ് നമുക്ക് എത്രയാണ് ലെങ്ത്ത് വേണ്ടത് അതിലേക്ക് 1.5 ഇഞ്ച് ആഡ് ചെയ്ത് നമ്മുടെ ലൈനിങ് വെച്ച് അതേ അളവിൽ കട്ട് ചെയ്തെടുക്കുക. കണ്ടല്ലോ, നമ്മുടെ അളവ് എത്രയാണോ ആ ഒരു ഭാഗത്ത് ഇതുപോലെ ലൈനിങ് വെച്ച് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ താഴെ കുറച്ച് വീതിക്ക് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് എലാസ്റ്റിക്കാണ് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ടോപ്പിൻ്റെ കട്ടിങ് വീഡിയോ ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണാം. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ടോപ്പ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടല്ലോ, ചെറിയ ചെറിയ പീസൊക്കെ ഇട്ട് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു മെത്തഡാണിത്. അപ്പോൾ കട്ടിങ് വീഡിയോ എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വളരെ സുഖമാണ്. നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ പ്രിൻസസ് കട്ടിലുള്ള ആ ഒരു സ്റ്റിച്ചിങ്ങൊക്കെ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ടുണ്ട്. ഇനിയും നല്ല നല്ല വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.